മീനൊക്കെ വറക്കാൻ വേണ്ടി പുതിയൊരു പാന് മേടിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം. പിന്നെ അത് കഴുകി എടുത്ത് നേരെ ഗ്യാസിലോട്ട് അങ്ങ് വെച്ചു. ഒരു കഷ്ണം തുണി എടുത്ത് അതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തോട്ടും ഞാൻ എണ്ണ തടവി കൊടുത്തു. പിന്നെ ബ്രഷ് കരിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ട് വീണ്ടും ഒരു കോട്ടൺ ടവൽ എടുത്തിട്ട് അത് അകവും പുറവും ഒക്കെ എണ്ണ തൂത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇത് അതിലെ അഴുക്കൊക്കെ തുണി വെച്ച് തുടച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഡ്രൈ ആക്കി വെച്ച പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഡയറക്റ്റ് കുറച്ച് കട്ട് ചെയ്ത സവാളയും ഒഴിച്ചെടുത്തു കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് തട്ടിയതിന് ശേഷം അകവും പുറമൊക്കെ ഒന്ന് തുണി വെച്ച് തുടച്ചെടുക്കാണ്. മീനിനൊക്കെ ആണെങ്കിൽ തീ പിടിച്ച വിലയാണ്. ഇന്നാണെങ്കിൽ നമുക്ക് കിട്ടിയ കുറച്ച് മത്തിയായിരുന്നു. അങ്ങനെ കണ്ണു അടച്ച് 4 പീസ് എടുത്ത് വറുക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ തടിച്ച മത്തി ആയതുകൊണ്ട് എണ്ണറും ഉണ്ടായിരുന്നു. അങ്ങനെ മസാലയൊക്കെ ചേർത്ത് അങ്ങനെ നല്ല ചൂട് എണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് മീനൊക്കെ വറക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഒന്ന് അനക്കിക്കൊണ്ട് വെക്കുവാണെങ്കിൽ ഒരെണ്ണം പോലും അടി പിടിക്കത്തില്ല കേട്ടോ. മത്തി മൊരിയുമ്പോ കിശി കിശീന്നാണെങ്കിലും എണറ് പെടപെടപെടപെടേന്നായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ കാത്തിരിക്കുന്ന പൂച്ചയെ പോലെ ഞാൻ എണറാവുന്നേം കാത്തിരിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.